ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI പൂവത്തൂർ സഭയുടെ 136-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ കൺവെൻഷൻ്റെ 3-ാമത്തെ രാത്രിയിൽ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തിനും പദവിക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച ഈ കൺവെൻഷൻ്റെയും ഈ ഇടവകയുടെ ഭാരവാഹികളോടുള്ള നന്ദി, സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വേദിയിൽ ഉപേക്ഷനായിരിക്കുന്ന ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ആൽബർട്ട് ജോണച്ചൻ, കൊച്ചമ്മ മകൾ രേഷ്മ, അതുപോലെ വേദിയിൽ ഉപസ്ഥനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മേജർ ഫിലിപ്പ് ജോർജ്, അതുപോലെ തന്നെ സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ മൈലച്ചൽ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിജോ ജോർജ് അച്ഛൻ, ഈ ഇടവകയുടെ സുവിശേഷനായിരിക്കുന്ന അഭിലാഷ്. എനിക്ക് ഒരുപാട് അഭിലാഷിനെ ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയൊരുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ. ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദര, കുടുംബമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ അർബൻ മിഷൻ്റെ പ്രവർത്തകനായിരിക്കുന്ന ശിവകുമാർ ഉപദേശി, ഞങ്ങൾ ഒരുമിച്ചാണ് കടന്നു വന്നത്. എൻ്റെ കൂടെ അദ്ദേഹം വളരെ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾക്ക് രാവിലെ കൊട്ടാരക്കര ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞാണ് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. ശിവകുമാർ ഉപദേശിയാണ് എൻ്റെ വാഹനം ഓടിച്ചതും. അദ്ദേഹം നല്ലൊരു കർത്താവിൻ്റെ സേവകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് സ്വാഗതവും നന്ദിയും പറഞ്ഞ ബഹുമാനപ്പെട്ട റജിസാറ്, ഞാനിവിടെ വരാൻ കാരണവും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരിക്കുന്ന ഷിബുസാറാണ്. നല്ല വാക്കുകളിൽ സ്വാഗതവും നന്ദിയും പറഞ്ഞ റജിസാറിനോടും ഉള്ള നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ഈ കൺവെൻഷൻ സ്പോൺസർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട കപ്പ്യാര കുടുംബം, ജനിൽ സഹോദരി, സുജിത്ത് കുടുംബം, അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ മാനിക്കുന്നവരെ മാനിക്കും എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. 3 ദിവസവും മനോഹരമായ ഗാനങ്ങൾ പാടി കർത്താവിൻ്റെ ഗായക സംഘത്തിൻ്റെ ഭാഗമായ ഈ മനോഹരമായ ഗായക സംഘത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കും. നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ആ ഡെഡിക്കേഷൻ, സമർപ്പണം, നിങ്ങളുടെ പാട്ട് വളരെ മനോഹരമായിരുന്നു. സ്വർഗം സന്തോഷിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു നിങ്ങളുടെ ഗാനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രയത്നങ്ങളെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ജീവിതത്തിൽ പാടി അനേകർക്ക് ആശ്വാസം പകരുന്ന ഗീതങ്ങൾ പാടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് എല്ലാറ്റിനുപരി എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നല്ല ശക്തമായിട്ട് കൈയടിക്കുന്ന ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, പിന്നെ അതുപോലെ തന്നെ കുടുംബസ്ഥരായവരെല്ലാവർക്കും, എൻ്റെ സഹോദര സഹോദരിമാർക്കും എൻ്റെ ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും നിങ്ങളെ വചനം കേൾക്കുവാനായിട്ട് ഓടി വന്നതിലുള്ള നന്ദിയും സ്നേഹവും ഹൃദയത്തിൽ നിന്ന് അറിയിക്കട്ടെ. ഞങ്ങളെ വിവിധമായ രീതിയിൽ സഹായിക്കുകയും കരുതുകയും ചെയ്ത എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 8 വായിച്ച. സ്മുർണ്ണയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. 9-ാം വാക്യം കൂടെ വായിച്ച. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. അടുത്ത ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 11-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ
മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമാ പ്രിയരേ ഒരുങ്ങ വിശുദ്ധിയോടെ കാലം ആസന്നമായി ഒരുങ്ങാം വിശുദ്ധിയോടെ ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ നാമനാളിൽ പ്രിയൻ പന്മോകം ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ കാണും നാമനാളിൽ പ്രിയൻ പൊന്മുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാ മധ്യവാനിൽ വെളിപ്പെടുവാ കാലം ആസന്നമാ പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലോ ആസന്നമാ പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ ആമേൻ കാണുന്ന അന്നാളിൽ പ്രിയൻ പൊന്മുഖം യേശു മണവാളൻ നമ്മെ ചേർക്കുവാ മധ്യവാനിൽ വെളിപ്പെടുവാ കാലോ ആസന്നമായി പ്രിയരേ ഒരുങ്ങ വിശുദ്ധിയോടെ കാലോ ആസന്നമായി പ്രിയരേ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ മഹത്വ പ്രത്യക്ഷത ലോകസംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. അങ്ങയുടെ മഹത്വ പ്രത്യക്ഷത ഏത് സമയത്തും സംഭവിക്കുമെന്ന് തിരുവചനത്തിൽ ഞങ്ങളെ ഓർപ്പിക്കുന്ന സത്യങ്ങൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഗംഭീരനാദത്തോടെ വരുമെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണല്ലോ ഈ കൺവെൻഷൻ യോഗങ്ങൾ. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായി സ്തുതിക്കുന്നു. എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ തിരക്കേറിയ അനുഭവങ്ങളിൽ നിന്ന് അല്പസമയം മാറിയിരുന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ഭക്തിയോടെ വിനയത്തോടെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശപിപ്പാൻ തക്കവണ്ണം നിൻ്റെ മക്കൾ കൊടുത്ത നല്ല മനസ്സിനും താല്പര്യത്തിനുമായി സ്തുതിക്കുന്നു. തേനിനേക്കാളും തെൻകട്ടേക്കാളും മധുരമേറിയ വചനം, ചുറ്റിക്കയാകുന്ന വചനം, കണ്ണാടിയാകുന്ന വചനം, തീയാകുന്ന വചനം, വിത്താകുന്ന വചനം ഇന്ന് രാത്രികാലം ഞാൻ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് ഒരു രൂപാന്തരം തന്ന ഒരു പുതിയ സമർപ്പണം, ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ ഉത്സാഹത്തോടെ മുന്നേറുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽബർട്ട് ജോണച്ചന് വേണ്ടി ഒരു ആവശ്യം കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ. കാലിന് പൂർണ്ണമായ ഒരു സൗഖ്യം നൽകി നിന്റെ മകനെ ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വന്ധ്യയോടപ്പെട്ട ദൈവജനത്തെ അനുഗ്രഹിച്ചാട്ട് ഓരോ ഹൃദയങ്ങളോടും അങ്ങ് സംസാരിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ സമാധാനത്തോടെ, പ്രത്യാശയോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ, ബലത്തോടെ ഐക്യമാറാകണമേ എന്ന് ഇരട്ടി ശക്തിയോടെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈബിൾ ക്വിസിനെ പറ്റി പറഞ്ഞു. ഇന്നും ഒരു ബൈബിൾ ക്വിസിനെ പറ്റി പറഞ്ഞ് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തെ പറ്റിയുള്ള ഒരു വേദപുസ്തക ബൈബിൾ ക്വിസ് അല്ലെങ്കിൽ ബൈബിൾ ചോദ്യോത്തരമാണ് നടന്നത്. അവിടെ അന്ന് ചോദിക്കുകയായിരുന്നു, ഉത്തരങ്ങൾ ചോദിക്കുകയാണ്, ഉടനെ ഉത്തരം പറയണം. പഴയ നിയമത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. പഴയ നിയമത്തിൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളിൻ്റെ പേര്. പെട്ടെന്ന് ഉത്തരം ലഭിച്ചില്ല. അപ്പം കുട്ടികൾ
ഈ ചോദ്യകർത്താവിനോട് ചോദിച്ചു, ഒരു ക്ലൂ തരാമോന്ന്. ഒരു ക്ലൂ. പഴയ നിയമത്തിൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടൊരു ക്ലൂ തരാമോന്ന്. അപ്പോൾ ഈ ചോദ്യകർത്താവ് പറഞ്ഞു, ക്ലൂ തരാമോ? ഉടനെ ചെറുപ്പക്കാരെല്ലാം കൂടെ പറഞ്ഞു, മോഹൻലാൽ. പഴയ നിയമത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ പേരെന്താ? നിങ്ങൾക്കറിയാം, മോശയാണ്. എന്നാൽ ഇന്ന് തിരുവചനം കൂടുതൽ പഠിക്കാത്തതിൻ്റെയും തിരുവചനത്തിൻ്റെ മുൻപിൽ ഒരുപാട് ഇരിക്കാത്തതിൻ്റെയൊക്കെ കാരണത്താൽ ഒരുപാട് സമയം മൊബൈലിൻ്റെയും ഒരുപാട് സമയം ടി വിയുടെയും ഒരുപാട് സമയം കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുന്നേ ഇരിക്കുന്നത് കൊണ്ട് അവരുടെയൊക്കെ മുഖങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഒരു പക്ഷേങ്കിൽ വേദപുസ്തകം വായിക്കുന്നതിനേക്കാട്ടിൽ പഠിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഉപരി ഈ 66 പുസ്തകങ്ങൾ ഒരു പ്രാവശ്യം പൂർണ്ണമായി വായിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ്. ഈ 136 വർഷം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ 50 സംവത്സരം കൊണ്ട്, 60 സംവത്സരം കൊണ്ട്, 70 സംവത്സരം കൊണ്ട് ഈ തിരുവചനം വായിച്ച് നാം തീരുന്നുണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ തലമുറ അങ്ങനൊന്നും അല്ല പോകുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ തലമുറയെങ്കിലും തിരുവചനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും, ബാക്ക് ടു ദ ബൈബിൾ, തിരുവചനത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാനും, തിരുവചനത്തിൽ അവരെ ഉറപ്പിക്കുവാനും, തിരുവചനത്തിൽ അവരെ നിലനിർത്തുവാനും, തിരുവചനം അവരെ നയിക്കുവാനും, തിരുവചനത്തിൽ അവർ ബലപ്പെടുവാനും, ലോകത്തിന്റെ ഏത് കോണുകളിലും വൻകരയിലും ഏത് നാട്ടിലും ചെന്നാൽ ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് നമ്മുടെ തലമുറകൾ നിൽക്കണം. അതിനുവേണ്ടിയാണ് ഈ കൺവെൻഷൻ. പ്രൈസ് ലോർഡ്. അതിൽ വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ കരങ്ങളിൽ ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ജയിക്കുക എന്നുള്ളത്. ഒന്നാം ദിവസം നമ്മൾ ചിന്തിച്ചത് ജയിക്കണം എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ചിന്തിച്ചത് ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും, അല്ലെങ്കിൽ സഭയുടെ മൂലക്കല്ലായ, സഭയുടെ തലയായ കർത്താവ് പറഞ്ഞു നിങ്ങൾ ജയിക്കണം. അതുപോലെ തന്നെ സഭയെ പിൽക്കാലത്ത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഞാൻ പോയി കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും, അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരും, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷത വരെ നമ്മളോടുകൂടെ ഇരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ പരിശുദ്ധാത്മ വരം ലഭിച്ചവരായി, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായി, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരായി, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ജീവിപ്പാൻ ദൈവം അയച്ചു തന്ന തത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ജയിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് ജയിച്ച ക്രിസ്തുവും ജയിച്ച ആത്മാവുമാണെന്നാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇന്നലെയാണ്. മഴ അവസാനം വന്നതുകൊണ്ട് നമ്മളെല്ലാവരും എഴുന്നേറ്റ് പോയി. എന്നാലും ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എന്താണ്? നാം സ്നേഹമില്ലായ്മയെ ജയിക്കണം. എഫെസ്യയിലെ സഭയോട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നീ എവിടെ വീണിരിക്കുന്നു എന്നോർത്ത് നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് നിന്നെപ്പറ്റി പറയാനുണ്ട്. ആ കുറവ് നികത്തി നീ സ്നേഹത്തിലേക്ക് വരണം. അത് ഞാൻ പറഞ്ഞു. ഇടവ ജീവിതത്തിൽ വിശ്വാസ സമൂഹം തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹം, സമൂഹത്തോടുള്ള സ്നേഹം, നമ്മോട് തന്നെയുള്ള സ്നേഹം, ഈ സ്നേഹമെല്ലാം തിരിച്ചു കൊണ്ടുവരുവാനായിട്ടാണ് എഫെസസിലെ സഭയോട് പറഞ്ഞത്. ജയിക്കുന്നവന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞു. ആ പ്രതിഫലം എന്ന് പറയുന്നത് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഏദൻ തോട്ടത്തിൽ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കാൻ നിൽക്കേണ്ടതിന് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവിടെ ഇറക്കി വിട്ടു. അവർ മടങ്ങി വരാതിരിക്കാൻ തക്കവണ്ണം അവിടെ അഗ്നിജാല കൈ കൊടുത്ത കെരൂബുകൾ അവിടെ കാവലായിട്ട് നിന്ന് ഒരിക്കലും ഈ ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് തിന്നാൻ കൊടുക്കത്തില്ല എന്ന് ദൈവം തീരുമാനിച്ചു. എന്നാൽ പുതിയ നിയമസഭ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക്, അവനിൽ വിശ്വസിക്കുന്നവർക്ക്, ജയിക്കുന്നവന് ഇനിയും പർദീസയിൽ വെച്ച് ദൈവം കൊടുക്കാൻ പോകുന്ന ജീവവൃക്ഷ ഫലം, ആദാമിന് കഴിക്കാൻ പറ്റാത്തത്, ഹവ്വായിക്ക് കഴിക്കാൻ പറ്റാഞ്ഞത്, പഴയ നിയമത്തിലെ ആർക്കും കഴിക്കാൻ പറ്റാത്തത് പുതിയ നിയമസഭയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തരും. അത് കഴിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കഷ്ടതയെ ജയിക്കുക എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് സ്നേഹമില്ലായ്മയെ ജയിക്കുക. ഇന്ന് കഷ്ടതയെ ജയിക്കുക എന്നുള്ളതാണ്. ഒരു വാക്യം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. വെളിപ്പാട് 2:9.
ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, മാനസാന്തരപ്പെടണം എന്ന് പറയാത്ത ഒരു സഭയുണ്ടെങ്കിൽ അത് ഈ സഭയാണ്. ഈ സഭയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ മാനസാന്തരപ്പെടണം, പക്ഷെ അവരോട് പറഞ്ഞു നിങ്ങൾ ജയിക്കണം. സ്മുർന്നയിലെ സഭയ്ക്ക് പറയുന്ന പേരാണ് കഷ്ടപ്പെട്ട സഭ. നമുക്കറിയാം, കഷ്ടങ്ങളിൽ ജയിക്കണമെന്ന് ഈ സഭയോട് കർത്താവ് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കർത്താവ് ഇത് നിങ്ങൾ കഷ്ടത ജയിക്കണമെന്ന് പറയുന്നത് കർത്താവ് എന്തിനാ പറഞ്ഞത്? കർത്താവ് പറയാൻ കാരണം കർത്താവ് കഷ്ടത ജയിച്ചവനാ. ഐ ആസ്ക്ഡ് ജീസസ് ഹൗ മച്ച് ഡു യു ലവ് മീ. നിങ്ങളൊരു ഫോട്ടോ കണ്ടു കാണുമായിരിക്കും, പല വീട്ടിലും തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കുരിശിൻ്റെ പടം. ആ കുരിശിൻ്റെ ഒരു ചെറിയ ഒരു തുണി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേൽ എഴുതിയിട്ടുണ്ട് ഐ ആസ്ക്ഡ് ജീസസ് ഹൗ മച്ച് ഡു യു ലവ് മീ. ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവെ നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ താഴെ എഴുതിക്കുന്ന ഇപ്രകാരമാണ് ഐ ആസ്ക്ഡ് ജീസസ് ഹൗ മച്ച് ഡു യു ലവ് മീ ദെൻ ഹി സ്ട്രെച്ച് ഔട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഹി ഡൈഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ചോദിച്ചപ്പം അവൻ എനിക്ക് തന്ന മറുപടി, അവൻ കൈ ഇപ്രകാരം കാണിച്ചു. അത് കുരിശിന്മേലെ കിടക്കുന്ന കൈയാണ്. ദെൻ ഹി സ്ട്രെച്ച് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ഹി ഡൈഡ്. അവൻ മരിച്ചു. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ എൻ്റെയും നിങ്ങളുടെയും കഷ്ടത എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആര് മാത്രമാണ്? നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ കഷ്ടത ജയിച്ചവനാണ്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ എന്താ വന്നിരിക്കുന്നത്? ദൈവത്തിന്റെ മക്കൾ കഷ്ടതയുണ്ടോ അതോ കഷ്ടത ഇല്ലയോ? വായിച്ചാട്ടെ, യോഹന്നാൻ 16:33. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമില്ല ആണെന്ന് എഴുതിയിരിക്കുന്നത്. ചിലരുടെയൊക്കെ ചിന്ത ക്രിസ്ത്യാനിയായാൽ പിന്നെ ഒരു കഷ്ടവും ഇല്ലെന്ന്. പിന്നെ ഇന്നത്തെ കുറേ സുവിശേഷകന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ പുൾപിറ്റിലോട്ട് നിന്ന് മൈക്കൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വരുവീൻ വരുവീൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഇതാ വരുന്നു നിങ്ങൾക്ക് ബമ്പർ ലോട്ടറി, ഇതാ നിങ്ങൾക്ക് വരുന്നു 1 കോടി രൂപ, ഇതാ വരുന്നു നിങ്ങൾക്ക് ബെൻസിന്റെ കാറ്, ഇങ്ങോട്ട് പോരെ, കഷ്ടതയൊന്നുമില്ല എന്ന് വിളിച്ചു പറയുന്ന സമർത്ഥിയുടെ സുവിശേഷകന്മാരുണ്ടെന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്നുകൂടെ വായിച്ചേ. ലോകത്തിൽ നിങ്ങൾക്ക് ഉണ്ട്, അങ്ങനെ ഇരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവിടെ ജയ പറഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു ജയിച്ചു. എന്തിനെ? കഷ്ടതയെ. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന 7 മൊഴികൾ പറഞ്ഞ 7 മൊഴികൾ കഷ്ടാനുഭവ ആഴ്ചയിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അവസാനമായിട്ട് യേശു പറഞ്ഞ എന്താണ്? പിതാവേ, എൻ്റെ ആത്മാവ് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു പ്രാണനെ വിട്ടു. ആ അവസാനത്തെ മൊഴി പറഞ്ഞത് എന്താണ്? അങ്ങനെ പറഞ്ഞ് പ്രാണനെ വിടാൻ നേരത്താണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം കുറെ സ്പോഞ്ചിന്റെ അല്ലെങ്കിൽ കയ്പ് ചീര എടുത്തുകൊണ്ട് അതിന്റെ നീരെടുത്ത് കുടിക്കാനായിട്ട് യേശുവിന് കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ വിചാരിച്ചു യേശു കുടിക്കാൻ വല്ലതും ചോദിക്കുകയാണോ? പ്രാണൻ അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്നവൻ, തൂങ്ങിക്കിടക്കുന്നവൻ, ഈ കയറിൽ കെട്ടി തൂക്കിക്കിടക്കുന്നവൻ, ഈ കുരിശിൽ കിടക്കുന്നവൻ, ആണിയാൽ തൂങ്ങിക്കിടക്കുന്നവന്റെ ദേഹത്തിലെ രക്തവും വിയർപ്പും ധാരധാരയായി ഒഴുകി 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 മരിക്കത്ര ചെയ്യുന്നത്. യേശു കഷ്ടത ജയിച്ചു. ആ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കഷ്ടതയെ ജയിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു. അതുകൊണ്ട് ഇവരോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? വായിച്ചാട്ട് അവിടെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 10-ാം വാക്യം. നീ സഹിപ്പാനുള്ളത് 2:10 ഞാൻ വായിക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. അടുത്ത വാക്യം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അപ്പം കഷ്ടതയും ദാരിദ്ര്യവും വരുന്ന ആർക്കാ? കഷ്ടതയും ദാരിദ്ര്യമൊക്കെ വരുന്ന ആർക്കാ? വിശ്വസ്തനാണ്. വിശ്വസ്തന്മാർക്ക് കഷ്ടതയുണ്ട്, വിശ്വസ്തരല്ലാത്തവർക്ക് കഷ്ടതയില്ല. അല്ലെങ്കിൽ അവരെ കഷ്ടതയെ മറികടക്കാനായിട്ട് പല വഴികളും നോക്കും.
നമ്മൾ കേരളത്തിൽ നിന്നും രാവിലെ മുഴങ്ങിയ ശബ്ദമാണ് നാളത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ. ഇന്നത്തെ അല്ല, കേട്ടില്ലേ? ആരാത് പറയുന്നേ? ലോട്ടറിക്കാരാണ്. നാളത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ. അവർ നാളെ നമ്മളെ ഇന്നാരും ഭാഗ്യവാന്മാരാക്കത്തില്ല. കേരളത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന 7 മൂലയിലും, ഞാൻ ഈ കാറിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, പല ജംഗ്ഷനിൽ ആൾക്കാർ നിൽപ്പുണ്ട് ഇങ്ങനെ ഇതുമായിട്ട്, ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കാനായിട്ട്. കേരളത്തില് മനുഷ്യനെ ഭാഗ്യവാനാക്കാനായിട്ട് ജംഗ്ഷനിൽ നിൽക്കുന്ന ആൾക്കാരെ കാണണം. നാളത്തെ ഭാഗ്യവാൻ സാർ, ഞാനല്ല നിങ്ങൾ. ഈ ഭാഗ്യവാന്മാരാക്കുന്നവരാരും ഭാഗ്യവാന്മാരല്ല, അവർ നമ്മളെ ഭാഗ്യവാന്മാരാക്കും. ഈ ലോട്ടറി എടുക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ ഞാൻ പലയിടത്തും പറയാറുണ്ട്. എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ലോട്ടറി എടുക്കുന്നത് ശരിയാണോ? കാരണം നാളത്തെ ഭാഗ്യവാൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 1 തിമോഥെയോസിൽ പറഞ്ഞിട്ടുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. അത് ആഗ്രഹിച്ച് പലരും ബഹുദുഃഖങ്ങൾക്ക് കാരണമായി തീർന്നു. സമ്പന്നനാകാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് ലോട്ടറി. വേദപുസ്തകത്തിൽ ഒരിക്കലും അങ്ങനെ ഭാഗ്യവാനാകാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അധ്വാനിച്ച് വിശ്വസ്തയോടുകൂടെ നേടുന്ന സമ്പത്ത് ഈ ഭൂമിയുടെ പരദേശമോക്ഷയാത്രയിൽ വിശ്വസ്തയോടും കാര്യവിചാരകതയോടും ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള ബോധമുള്ളവരാരും ലോട്ടറിയുടെ പുറകെ പോകത്തില്ല. അതുകൊണ്ട് എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെ ലോട്ടറി എടുത്തിട്ടില്ല, എടുക്കത്തുമില്ല. എന്നോട് ആരെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തുമില്ല. കാരണം ഇത് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരടയാളമാണ്. 2, മടിയന്മാരുടെ ഒരടയാളമാണ്. 3, ഇതെടുക്കുന്നത് 1 ലക്ഷം പേര്, 2 ലക്ഷം പേര്, 3 ലക്ഷം പേര്. അതിൽ അടിക്കുന്നത് എത്ര പേർക്കാ? 3 പേർക്കോ 4 പേർക്കോ. ഞാൻ 50 രൂപ കൊടുത്തൊന്ന് എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് അടിക്കണമെന്ന, ആൽബർട്ട് ജോൺസൺ ഒന്നെടുത്താൽ അച്ഛൻ അടിക്കണമെന്ന, ശിവകുമാർ ഉപദേശം എടുത്താൽ അദ്ദേഹത്തിന് അടിക്കണമെന്ന, അഭിലാഷ് ഉപദേശം എടുത്താലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അടിക്കണമെന്ന, ഈ ആഗ്രഹം എല്ലാം കൂടെ വെച്ച് നമ്മൾ എടുക്കും. അവസാനം നമുക്ക് അടിക്കത്തില്ല. അടിക്കാതെ വരുന്നുണ്ട്. നമ്മൾ പറയും, എൻ്റെ ദൈവമേ, ഞാൻ ഒരെണ്ണം കിട്ടുമ്പോൾ എടുത്തതാ, എനിക്ക് അടിച്ചില്ല, പോട്ട്, അവൻ്റെ തലയിലെങ്കിലും ഇരുന്നോട്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത 50 രൂപ സന്തോഷത്തോടെ കൊടുത്തതല്ല. അതുകൊണ്ട് ഇത് എടുക്കുന്നവൻ നന്ന്. കേരളത്തിൽ ലോട്ടറി എടുത്തവനല്ല, ഓട്ടമാ, അവന്റെ പുറകെ ഓട്ടമോടോട്ടമാ. സമാധാനമില്ല, ഒരു സമാധാനമില്ല. വീട്ടിലാള്, നാട്ടിലാള്, മീഡിയയിൽ കൂടെ ആള്, സമൂഹ മാധ്യമങ്ങളിലെ ആള്, ഇവനെ ഒരു രീതിയിൽ നിൽക്കാനോ ഇരിക്കാനോ പൊറപ്പിക്കാനോ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയും, വേദപുസ്തകം പറയുന്ന ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് കാശ് സമ്പാദിച്ചുള്ള ഭാഗ്യാവസ്ഥയല്ല. വേദപുസ്തകം പറയുന്ന ഭാഗ്യാവസ്ഥ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്തുണ്ട്? 1 കോടി രൂപ കിട്ടും. അങ്ങനെ എന്താ എഴുതിയേക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പിന്നെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് ലോട്ടറി അടിക്കും. അവർ ഭൂമിയെ അവകാശമാക്കും. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് കഷ്ടത ഉണ്ടെന്നല്ല, കഷ്ടത ഇല്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാനാ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. കഷ്ടതകളെ പറ്റി നമ്മുടെ അഭിപ്രായങ്ങൾ എന്താ? ഈ ഇടയ്ക്ക് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഒരുപാട് പേര് ചോദ്യം ചോദിച്ചു, എന്താ ഇങ്ങനെ സംഭവിച്ചത്? സാധാരണ സിമ്പിളായിട്ട് നമ്മളൊക്കെ പറയുന്നത് പ്രകൃതിക്ഷോഭത്താൽ സംഭവിച്ച ഒരു കാര്യമാണ്. പ്രകൃതിക്ഷോഭം, പ്രകൃതി, ലോകത്തിൽ മഴ പെയ്യും, മഴ താങ്ങാനാവാതെ ജലപ്രളയം ഉണ്ടാകാം, ജലപ്രളയത്താൽ മനുഷ്യന് അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ഇതെന്തിനാ സംഭവിച്ചത്, ദൈവത്തിന് അറിയത്തില്ലോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിയാത്ത ഒരു കാര്യം പോലും ഇല്ല. ദൈവത്തിന് എല്ലാ കാര്യവും അറിയത്തില്ലെങ്കിൽ അവൻ ദൈവമല്ല. അതുകൊണ്ട് ദൈവത്തിനെല്ലാം അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം, ദൈവത്തിന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, ഈ ഭൂമി മനുഷ്യന്റെ പാപത്തിന് ശേഷം ആദാമിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ശപിക്കപ്പെട്ടെന്നല്ല പറഞ്ഞത്, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ജീവിക്കുന്നത് ശപിക്കപ്പെട്ട ഒരു ഭൂമിയിലാണ്. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമി അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ വീണ്ടെടുപ്പ് നാൾ വരെ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്ന വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത് നാം ഒരു പുതിയ ആകാശത്തിനും
പുതിയൊരു ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയിൽ വന്നാൽ ഈ കഷ്ടതകളില്ല, ഈ രോഗങ്ങളില്ല, ഈ പ്രളയങ്ങൾ ഉണ്ടാകത്തില്ല, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല, ഈ രോഗങ്ങൾ അടുത്തു വരത്തില്ല, ഈ കൊടുങ്കാറ്റ് അടുത്തു വരത്തില്ല. അതുവരെ ഈ പാപം നിറഞ്ഞ ഭൂമി, ശാപം ലഭിച്ച ഭൂമിയിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങളില്ല എന്നല്ല വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കഷ്ടങ്ങൾ എന്തിനാ വരുന്നതെന്നുള്ള ചില ചോദ്യങ്ങളുടെ മുൻപിൽ ചില ഉദാഹരണം നമുക്ക് നിർത്തിവെക്കാം. ഈ സഭയോട് പറഞ്ഞിട്ടുണ്ട് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. അങ്ങനെ വിശ്വസ്തനായിരുന്ന് മരണം വരിക്കാനായിട്ട് പോയ ഒരാളുടെ പേര് പറയാം. ക്ലൂ വേണോ? വേണ്ട. മരണപര്യന്തം വിശ്വസ്തനായിരുന്ന് മരണത്തെ മുഖാമുഖം കണ്ടു, മരിച്ചു എന്ന് ലോകം വിശ്വസിച്ചു. കാരണം അദ്ദേഹം വിശ്വസ്തനായിരുന്നു. ആരാ? ക്ലൂ തരാം, പുതിയ നിയമത്തിലല്ല. ക്ലൂ തരാം, പഴയ നിയമത്തിലാണ്. പറഞ്ഞോ. പഴയ നിയമത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഉറക്കം പറ, മൈക്കൂടല്ലോ ഒന്ന് പറ. ഇയ്യോബ് മരണപര്യന്തം വിശ്വസ്തനായിരുന്നു, മരിച്ചുപോയി എന്ന് മറ്റുള്ളവർ പറഞ്ഞ ഇയ്യോബാണോ? ഇയ്യോബ് മരിച്ചുമില്ല, ഇയ്യോടെ മക്കൾ മരിച്ചു. ഹാനോക്ക് കഷ്ടമല്ല അനുഭവിച്ചോ? ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ഹാനോക്കിനെ ദൈവം അങ്ങ് എടുത്തെന്നാ പറയാം. ഇനി നല്ല ഉത്തരങ്ങൾക്ക് നന്ദി. വേറെ എങ്കിലും പറഞ്ഞോ. ക്ലൂ വല്ലതും വേണോ? വേദപുസ്തകത്തില് തനിക്കെതിരെ രേഖ എഴുതി വെച്ചു എന്ന് കണ്ട് യെരുശലേമിന് നേരെ തൻ്റെ കിളിവാതിലോട് തുറന്ന് താൻ എപ്പോഴും ചെയ്യുന്നത് പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ച് സിംഹക്കുഴിയിലേക്ക് പോയൊരു മനുഷ്യനുണ്ട്. അയാളുടെ പേരെന്താ? ദാനിയേൽ. എന്തായിരുന്നു ദാനിയേലിന്റെ വിശ്വസ്തത? ദാനിയേലിന്റെ നേരെ ഒരു കുറ്റവും കണ്ടില്ല. അവസാനം പറഞ്ഞു, ഇവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അവനോട് പ്രാർത്ഥിക്കുന്നു. അതാ കുറ്റം, പ്രാർത്ഥിക്കുന്നെന്ന്. ലോക ചരിത്രത്തിൽ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അവനെതിരെ രേഖ എഴുതി അവനെ കൊണ്ട് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ദാനിയേൽ എന്താ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദാനിയേൽ എന്താ പ്രാർത്ഥിച്ചതെന്ന് ദാനിയേലിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് അത് 1-ാം അധ്യായത്തിൽ ഇവരെ പറയുന്നുണ്ട്, അത് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ലെന്ന് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞു. അത് അവരെ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് അവരെ തീയിലേക്ക് കൊണ്ടിടുന്നത്. അത് അവരുടെ ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തത. ദാനിയേല് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ദാനിയേൽ എന്താ പ്രാർത്ഥിച്ചത്? ദാനിയേൽ എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? വേദപുസ്തകത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങളുടെ സങ്കല്പ ലോകത്തിലേക്ക് കയറണം. എൻ്റെ ചിന്ത ഞാൻ പറയട്ടെ. ഇസ്രായേലിൽ നിന്ന് ബാബിലേക്ക് കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ 3-4 ചെറുപ്പക്കാരൻ, ദാനിയേല് അവിടുത്തെ പ്രധാന ദേശാധിപതിയായി മാറി ദൈവത്തോടുള്ള വിശ്വസ്തത കൊണ്ട്. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനെ കൊല്ലുവാനായിട്ട് വഴി അന്വേഷിച്ചു. അവസാനം കണ്ട വഴി അവൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. തനിക്കെതിരെ രേഖ എഴുതി സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇടണമെന്ന് ദാനിയേലിന് എഴുത്ത് വരുമ്പോൾ ദാനിയേൽ എന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് എന്താണെന്ന് ഞാൻ എൻ്റെ കൊച്ചു തറയിൽ കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ കണ്ട മറുപടി ഇതാണ്: ദൈവമേ, ഇസ്രായേലിൽ നിന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ ഈ ബാബിലോൺ ദേശത്തേക്ക് കടന്നു വന്നു. അങ്ങ് എന്നെ ഈ ദേശത്തെ പ്രധാന മന്ത്രിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രധാന ദേശാധിപതിയുടെ സ്ഥാനത്ത് വരെ കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്കൊരേ ഒരു പ്രാർത്ഥനയുള്ളൂ, അങ്ങേ ഒരു നാളും തള്ളിക്കളയുവാൻ എന്നെ ഇടയാക്കരുതേ കർത്താവേ എന്നായിരിക്കാം ദാനിയേൽ പ്രാർത്ഥിച്ചത്. എന്നെ ഉയർത്തിയവനെ, എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നവനെ, എന്നെ ഈ പദവിയിൽ ഇരുത്തിയവനെ, എന്നെ കൈവിടാത്തവനെ, എന്നെ ഈ നാൾ വരെ ആരോഗ്യത്തോടെ ബലത്ത് കാത്തിരുന്ന കർത്താവേ, അങ്ങേ നിന്ദിച്ചു പറയുവാൻ എനിക്കിടയാക്കരുത് എന്ന് പ്രാർത്ഥിച്ച് ദാനിയേൽ പോയത് സിംഹത്തിന്റെ നടുവിലാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? അതാ ചോദ്യം. കഷ്ടതയുടെ കാരണം, ദാനിയേലിന്റെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും
ഭയപ്പെടേണ്ടിനിയും തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ളം കൈ വഹിച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എന്തിനാ ഈ മനുഷ്യനെ കഷ്ടത നടന്നേ? ദാനിയേലിന് കഷ്ടത വന്നേ എന്തിനാ? സിംഹത്തിന്റെ അടുക്ക് വരെ പോകാനുള്ള കാരണം എന്താ? കഷ്ടതയുടെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞത്. നിനക്ക് കഷ്ടതയുണ്ട്. ദാനിയേലിന്റെ കഷ്ടതയുടെ കാരണം എന്താ? എന്താ കഷ്ടത കാരണം? മോട്ടിക്കാൻ പോയോ? വീഞ്ഞു കുടിച്ചോ? കള്ളു കുടിച്ചോ? പണം തപ്പിയോ? കൈയിട്ട് വാരിയോ? ആരെങ്കിലും കൊന്നോ? കള്ളം പറഞ്ഞോ? ഒന്നുമില്ല. ഒറ്റ കാര്യമായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഔദ്യോഗിക രംഗങ്ങളിലും സർക്കാർ ഗവൺമെന്റ് ജോലികളിലും ഒക്കെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും വിശ്വസ്തനാണെങ്കിൽ ഉറപ്പിച്ചോ, കഷ്ടത ഉറപ്പാണ്. നമ്മുടെ ചിന്ത ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിയാൽ പിന്നെ പെൻഷൻ, പിന്നെ എന്താ ടെൻഷൻ, അതിലൂടെ എന്താ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ടൊക്കെ കിട്ടി പോകാവുന്ന. നിങ്ങൾ ഏത് വലിയ സ്ഥാനത്തായിരുന്നാലും നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം വന്നിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് കഷ്ടതയുടെ ഒരു കാരണം വേദപുസ്തകം പറയുന്നത് വിശ്വസ്തതയാണ്. 2, നമ്മുടെ യോനാ പ്രവാചകൻ ഒരു കഷ്ടത ഉണ്ടായല്ലോ. യോനായ്ക്ക് എന്താ കഷ്ടത ഉണ്ടായത് മോളെ? യോന ഒരാളുടെ വയറ്റിൽ പോയി. ആരുടെ വയറ്റില്ല? എലഫന്റിന്റെയോ? മീൻ്റെ വയറ്റിൽ. കറക്റ്റ്, മീൻ്റെ വയറ്റിൽ പോയി. എത്ര ദിവസം കിടന്നു? 1 3 ദിവസം. ഇത് പണ്ടൊരു സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യോനായുടെ കഥ. പഠിപ്പിച്ച് അധ്യാപകയ്ക്ക് സംശയമായി. അപ്പം പിള്ളേരോട് ചോദിച്ചു, മോളെ ഇത് ശരിയാണോ? അതാ കൊച്ചു കുഞ്ഞിനോട് അധ്യാപിക ചോദിക്കുക, ഇത് ശരിയാണോ? എന്താ ടീച്ചറെ? അല്ല, ഈ മീനിന്റെ വയറ്റിൽ 3 ദിവസം ഒരു മനുഷ്യന് കിടക്കാൻ പറ്റുമോ? ഒരു മീനിന്റെ വയറ്റിൽ 3 ദിവസം മനുഷ്യന് കിടക്കാൻ പറ്റുമോ? ടീച്ചറെ, അങ്ങനല്ലയോ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? വേദപുസ്തകത്തിൽ അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നത്, പക്ഷെ അങ്ങനെ സയൻസ് പഠിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവസാനം ഈ കൊച്ചു പിള്ളേർ അധ്യാപകർ നമ്മുടെ വാദപ്രതിവാദമായി. അധ്യാപകർ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിള്ളേർ പറഞ്ഞു, ടീച്ചർ വിശ്വസിക്കേണ്ട, ഞങ്ങൾ വിശ്വസിച്ചോളാം, ടീച്ചർ അങ്ങ് പഠിപ്പിച്ചാൽ പോരായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം. അവസാനം ഇവരൊരു ഒരു 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 കൺക്ലൂഷനിലെത്തി. എന്തായാലും ഇത് ചോദിക്കേണ്ടത് ആരോടാ? ഇത് സത്യമാണോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടത് ആരോടാ? യോനായോടാ. അപ്പം ടീച്ചർ പറഞ്ഞു, യോന ഇപ്പം എവിടെ ആയിരിക്കും? ബൈ ദ വേ, സ്വർഗത്തിലായിരിക്കുമോ? അപ്പം പിന്നെ ടീച്ചറിന് സംശയമായി. അപ്പം ഈ കുട്ടി പറഞ്ഞു, ഏതായാലും യോന ഒന്നുകിൽ സ്വർഗത്തിലോ അല്ല എവിടെ കാണും? നരകത്തിലോ കാണും. ടീച്ചറെ, കൊച്ചു പിള്ളേർ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യും, യോനായോട് ഞങ്ങൾ ചോദിച്ചോളാം, സ്വർഗത്തിൽ ചെല്ലുമ്പം ഞങ്ങൾ ചോദിച്ചോളാം, യോനായെ നിങ്ങൾ 3 ദിവസം എവിടെ കിടന്നോ? മീനിന്റെ വയറ്റിൽ കിടന്നോ ചോദിച്ചോളാം. അഥവാ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ആയിരിക്കും? ടീച്ചർ അങ്ങ് ചോദിച്ചാളാൻ പറഞ്ഞു. അത് ടീച്ചർ ചെയ്തോ? ഇപ്പം യോനായെ പറ്റി പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും ഉറപ്പില്ല യോന എങ്ങോട്ട് പോയെന്ന്. സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ മീനിന്റെ വയറ്റിൽ കിടക്കുന്നോ ഇല്ലയോ എന്നൊക്കെ അല്ലാണ് പ്രശ്നം. കേൾക്കുന്ന പിള്ളേരുടെ മനസ്സിൽ അവര് നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അവർ പറഞ്ഞു, യോന തീർച്ചയായിട്ടും കിടന്നിട്ടുണ്ട് സാറേ, കാരണം വേദപുസ്തകം അത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എനിവേ, യോനായുടെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? യോന പ്രാർത്ഥിച്ചത് എപ്പോഴാണെന്നറിയാമോ? യോന പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? നിങ്ങൾ യോനയുടെ പുസ്തകം പോയി വായിക്കണം. 1-ാമത്തെ അധ്യായത്തിൽ യോന പ്രാർത്ഥിച്ചിട്ടില്ല. 2-ാമത്തെ അധ്യായത്തിൽ ഈ പുള്ളിയെ എടുത്ത് കടലിലിട്ടു, കാരണം കപ്പൽ മുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ വന്ന മീൻ ഇദ്ദേഹത്തെ, ദൈവം കൽപ്പിച്ചാക്കിയ മീൻ എന്നാ, ദൈവം കൽപ്പിച്ചാക്കിയ മീൻ ഇദ്ദേഹത്തെ വിഴുങ്ങിയെന്ന എഴുതിയിരിക്കും, മത്സ്യം വിഴുങ്ങിയെന്ന. ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നാണ് ആര് പ്രാർത്ഥിച്ചത്? ചിലർ പ്രാർത്ഥിക്കുന്ന അങ്ങനെ, ജീവിതത്തിൽ പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടല്ലേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലർക്ക് പ്രത്യേകം കോൺട്രാക്റ്റ് ഉണ്ട്. ആ ചേട്ടൻ ഈ ചേച്ചി അവരെ കഴിഞ്ഞ 136 വർഷവും അവരാ പ്രാർത്ഥിക്കുന്നത്, വേറെ ആരും പ്രാർത്ഥിക്കത്തില്ല.
ചിലർക്ക് പറയുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വരമാണെന്ന്. പ്രാർത്ഥന വരമായിട്ട് വേദവസം കൊടുത്തിട്ടില്ല. പ്രാർത്ഥന വരവെന്ന് പറഞ്ഞൊരു വരവേ ഇല്ല, അങ്ങനെ വേദവസം പഠിപ്പിക്കുന്നില്ല. രോഗശാന്തി വരമൊക്കെ ഉണ്ട്. എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടണം, നിന്റെ രാജ്യം. അതുകൊണ്ട് പ്രാർത്ഥന പരമായിട്ട് നൽകിയിട്ടില്ല. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്നാ കർത്താവ് പറഞ്ഞത്. കർത്താവ് 3 കാര്യം എടുത്തു പറഞ്ഞു. എന്താ? അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ തുറക്കും, പിന്നെ യാചിക്കുന്ന ഏവനും ലഭിക്കും, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിനക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചോണം. ഒറ്റ വാക്കിൽ മതി, 2 വാക്കിൽ മതി. ചെല്ല് പറയുന്നത് വലിയ നീളത്തിൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ചുമ്മാതാ. മഹാനായ സ്പർജൻ പറഞ്ഞു, God does not look at the rhetoric of your prayers, the length of your prayers, the breadth of your prayers, the tune of your prayers, the rhythm of your prayers, the language of your prayers, but the Lord look at the divinity of your prayers. സ്പർജൻ പറഞ്ഞത്, ദൈവം നോക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ നീളമല്ല, വീതിയല്ല, അതിന്റെ ഭാഷയല്ല. ദൈവം നോക്കുന്നത് എന്താണ്? ദൈവം നോക്കുന്നതിന്റെ ഋതമല്ല, അതിന്റെ വലിപ്പമല്ല. ദൈവം നോക്കുന്നത് നിന്റെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടോന്ന. പണ്ടൊരു ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. ചുങ്കക്കാരൻ പറഞ്ഞു, പരീശൻ പറഞ്ഞു, ഞാൻ അത് കൊടുക്കുന്നു, ഞാൻ ഇത് കൊടുക്കുന്നു, ഞാൻ കോഴിയെ കൊടുക്കുന്നു, ഞാൻ പശുവിനെ കൊടുക്കുന്നു, ഞാൻ ചീര കൊടുക്കുന്നു, ഞാൻ അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. പിന്നെ പറഞ്ഞു, നെടുവരെ പോലെ അല്ലാകിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നെന്ന്. ചുങ്കക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റ അടി അടിച്ച് എങ്ങോട്ടാ? പരീശനിട്ടടിച്ചോ? നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. യേശുവാണത് പറഞ്ഞത്. യേശു എന്നിട്ട് പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. അവൻ്റെ പ്രാർത്ഥനയിൽ എത്ര സെന്റൻസ് ഉണ്ടായിരുന്നു? എത്ര വാക്കുണ്ടായിരുന്നു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ? 5 2 ഇത്ര പറഞ്ഞുള്ളൂ. പാപിയായ എന്നോട് എത്ര സെന്റൻസ് ഉണ്ടായിരുന്നു? പാപിയായ എന്നോട് കരുണ ഉണ്ടാകണം. 4 വാക്കേ പറ, ഒറ്റ സെന്റൻസ്. നമ്മുടെ ചിന്ത അങ്ങ് നീട്ടി പ്രാർത്ഥന ദൈവം കേൾക്കുന്ന ചുമ്മാതാ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ നിയമ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആള് ഹന്നായ. ഈ ഏലി പുരോഹിതന് ഹന്നായുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ശബ്ദമൊന്നും വരുന്നില്ല, ഈ ചുണ്ടു മാത്രം ഇരുന്ന് അനങ്ങുന്നുണ്ട്. എന്താ ഹന്ന പ്രാർത്ഥിച്ചതെന്ന് ഏലി പ്രവാചകൻ കേട്ടില്ല, കണ്ടു. ഇദ്ദേഹത്തിന് മനസ്സിലാകാൻ ചോദിച്ചു, നീ എന്നെ വല്ല വീഞ്ഞു വല്ലതും കുടിച്ചാണോ ഇങ്ങനെ ചുണ്ടി നനയ്ക്കൊണ്ടിരിക്കുന്നത്? ഉടനെ ആ സ്ത്രീ പറഞ്ഞൊരു മറുപടിയുണ്ട്, കർത്താവേ, നിന്റെ സന്നദ്ധയിൽ ഞാൻ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്യുന്നത്. ദ ബ്യൂട്ടിഫുൾ ഡെഫിനിഷൻ ഓഫ് പ്രെയർ. നിന്റെ സന്നദ്ധയിൽ ഞാൻ ഹൃദയം പകരുകയൊക്കെ ചെയ്തത്. ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. യോന പ്രാർത്ഥിച്ചത് എവിടെ വെച്ചാ? പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടില്ല, കപ്പലിൽ കയറി പ്രാർത്ഥിച്ചിട്ടില്ല. ഈ യാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം കേട്ടോ. നമ്മളൊക്കെ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ചാട്ടി കാറെ കയറി ബൈക്കിൽ കയറി ചവിട്ടി പൊക്കളയരുത്. ഒരു പ്രാർത്ഥന എന്താ? എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കണമേ. യോന പ്രാർത്ഥിച്ചില്ല. യോനായുടെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? പറയാം. എന്തായിരുന്നു യോനായുടെ കഷ്ടതയുടെ കാരണം? ദാനിയേലിന്റെ കഷ്ടതയുടെ കാരണം അവൻ വിശ്വസ്തനായിരുന്നുകൊണ്ടാണ് കഷ്ടത വന്നത്. അതുകൊണ്ട് വിശ്വസ്തന്മാർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കഷ്ടത നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നാൽ വെളിപ്പാട് പറയുന്നിട്ടുണ്ട്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് ജീവ കിരീടം കിട്ടും. അതവിടെ. യോനായുടെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? യോനായുടെ കഷ്ടതയാണ് അനുസരണക്കേട്. എങ്ങോട്ട് പോകാനാ പറഞ്ഞേ? നിനവേലോട്ട് പോകാൻ പറഞ്ഞു. പുള്ളി എങ്ങോട്ട് പോയി? നമ്മുടെ പിള്ളേരുടെ കൂട്ടാ, എടാ TV ഓഫ് ചെയ്യടാ, ഉടനെ അവൻ ഓൺ ചെയ്യും. എടാ ഓഫ് ചെയ്യടാന്ന് പറഞ്ഞാൽ അവൻ ഓൺ ചെയ്യും, ഓൺ ചെയ്യാൻ പറഞ്ഞാൽ അവൻ ഓഫ് ചെയ്യും. ഇല്ലയോ? നമ്മുടെ പിള്ളേരുടെ കൂട്ടാ. എടാ പള്ളി പോടാ. എന്തിനാ പള്ളി പോകുന്നത്? എടാ ഇരിയടാ അവിടെ. എന്തിനാ ഇരിക്കുന്നത്? പണ്ടൊരു കൊച്ചിനോട് അമ്മ പറഞ്ഞു, എടാ പള്ളി കിടന്ന് ചുമ്മാ ചാടരുത്, അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കാൻ പറഞ്ഞു. വൈ എന്തിനാ? ഉടനെ അമ്മ പറഞ്ഞു, എല്ലാവരും ഉറങ്ങുക, നീ ആയിട്ട് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഉറങ്ങുകയാണ്, നീയായിട്ട് അവരെ ശല്യപ്പെടും. യോനായുടെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? അനുസരണക്കേട്. ചില കഷ്ടതയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് അനുസരണക്കേട് കൊണ്ടാണ്. ഡിസൊബീഡിയൻസ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക്
നിങ്ങൾ വായിച്ചു കാണും. എനിക്ക് തോന്നി തിരുവനന്തപുരം ഭാഗത്ത് കണ്ട ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തു. അവൾ ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസറായിരുന്നു. പുതിയ പൊസിഷൻസ്, പുതിയ പദവികളാണ്. ഇൻഫ്ലുവൻസർ കേട്ടുണ്ടോ നിങ്ങൾ? ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്ന ആളെന്നാണ്, അല്ലയോ? ഇൻസ്റ്റാഗ്രാമിലുള്ള 10-16-17 വയസ്സങ്ങണ്ടുള്ളായിരുന്നു. ഇവളങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്ത് അവളങ്ങ് ആത്മഹത്യ ചെയ്തു. ഇപ്പോഴത്തെ എല്ലാം അങ്ങനെയാണ്. പിന്നെ സെൽഫി എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ട്രെയിനിൻ്റെ മണ്ടയ്ക്ക് കയറി സെൽഫി എടുക്കുക. പിന്നെ ഈ വെള്ളച്ചാട്ടം വരുന്നുണ്ട്, ഞാൻ അടുത്തോട്ട് ചെന്ന് എടുക്കുക. ഈ കഴിഞ്ഞിടയ്ക്ക് ഡോക്ടർ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൽ പോയി വെള്ളത്തിലങ്ങ് വീണു, അങ്ങ് ചത്തുപോയി. സെൽഫി എന്ന് പറഞ്ഞതിൻ്റെ മലയാളം എന്തറിയാമോ? സെൽഫിയുടെ മലയാളം എന്താ? അതിന് മലയാളം ഇല്ല. ഉണ്ടോ? സെൽഫിഷ് എന്നൊരു വാക്കിൽ നിന്നാണ് സെൽഫി. സെൽഫിഷ് എന്ന് എന്താ? ഈ സെൽഫി എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ തിരിച്ചു വെച്ച് എൻ്റെ മോന്തയല്ലേ കാണുന്നത്, വേറെ എൻ്റെ മോന്ത കാണുന്നുണ്ട്. എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞു എൻ്റെ മോന്ത, എൻ്റെ മുഖം, എൻ്റെ ഫോട്ടോ മെഡൽ ഇങ്ങനെ ചരിഞ്ഞ് പോയി കൊണ്ട് വീഴുന്നേ. ഞാനിവിടെ പേടിച്ചാണ് നിൽക്കുന്നത്, എപ്പോഴാണ് ഞാൻ കൊണ്ട് വീഴുന്നത്. സെൽഫിഷ്, ഏറ്റവും സ്വാർത്ഥനാണ്. ഞാൻ നിങ്ങളുടെ ഫോട്ടോ അല്ല എടുക്കുന്നത്, ഞാൻ എൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പോയി അപകടത്തിൽ ചാടുന്നതാണ് സെൽഫിഷ് അല്ലെങ്കിൽ സെൽഫി എന്ന് പറയുന്ന സാധനം. ഇൻഫ്ലുവൻസർ, അനുസരണക്കേട്, ചെയ്യരുത് എന്ന് ചെയ്യുന്നതാണ് നമ്മുടെ തലമുറയ്ക്ക് ഇഷ്ടം. ഈ അനുസരണക്കേട് വളരെ ദോഷത്തിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കും. എൻ്റെ ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കട്ടെ, ആൽബർട്ട് അച്ഛനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, വളരെ സീനിയർ പട്ടക്കാരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പണ്ട് 10ാം ക്ലാസ്സിൽ തോറ്റാൽ, ബയോളജിക്ക് തോറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? പ്രായമുള്ളവർ പറ, ബയോളജിക്ക് തോറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? ജീവശാസ്ത്രം തോറ്റാൽ എന്ത് ചെയ്യും? ഇച്ചേനൊക്കെ ഒന്ന് വിഷമിക്കും. എന്നിട്ട് പള്ളിയിൽ ചെന്ന് അച്ഛനോട് വിഷമം, അച്ഛൻ ഞാൻ തോറ്റുപോയി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. ഇല്ലേ, നമ്മൾ പ്രാർത്ഥിക്കും. അച്ഛൻ പറയും, മോളെ കുഴപ്പമില്ല, നീ വീണ്ടും എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി, അടുത്ത പ്രാവശ്യം നീ ജയിക്കും. അങ്ങനെയൊക്കെ ജയിച്ചു വന്നവരാണ് നമ്മൾ ഈ ഭൂരിപക്ഷമുള്ള പ്രായമുള്ളവരൊക്കെ. പല വർഷങ്ങളിലും പല ബെഞ്ചുകളിൽ നമ്മൾ ഇരുന്നു. നീണ്ട വർഷങ്ങളിൽ ഒരു ബെഞ്ചിൽ നമ്മൾ ഇരുന്നു, ബെഞ്ച് ഒടിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും നമ്മൾ ജയിച്ചു. എന്നാൽ ഇപ്പോഴത്തെ തലമുറ 10ാം ക്ലാസ്സിൽ തോറ്റ എന്തായെന്നറിയാം? ഞാൻ അനുസരണക്കേടിനെ പറയാം. നമ്മുടെ പല കഷ്ടങ്ങളുടെയും കാരണം അനുസരണക്കേടാന്ന് പറയാൻ വരിക. ഇപ്പോഴത്തെ തലമുറ 10ാം ക്ലാസ്സിൽ തോറ്റ എന്ത് ചെയ്യും? ഉടനെ ഇവൻ ഫാനയിലോട്ടാണ് നോക്കുന്നത്. ഈ ഫാൻ എന്തിനാ ഇട്ടേക്കുന്നേ? കാറ്റ് കൊള്ളാൻ. ഇവൻ നോക്കുന്നത് എന്തിനാ? കാറ്റ് പോകാൻ. 10ാം ക്ലാസ്സിൽ തോറ്റു എന്നറിഞ്ഞാൽ ഇവൻ നോക്കുന്നത് ഫാൻ, പിന്നെ ഇവൻ കണ്ടുപിടിക്കുന്ന കയറ്. എന്തിനാ കയറ്? ആരും രക്ഷിക്കാനാണോ? എന്തിനാ കയറ്? പശുവിനെ കെട്ടാനാണോ? വേണേ പശുവിൻ്റെ കഴുത്ത് നയിച്ചുകൊണ്ട് വരും. എന്തിനാ? ആത്മഹത്യ. ഇപ്പം ഞാൻ ചത്തുകളയും. ഇവിടെ നാണമില്ലേ? ബയോളജിക്ക് തോറ്റുന്ന ചാങ്ങ നടക്കുന്ന നാണമില്ലേ? നമുക്ക് നാണമില്ലേ? അല്പമെങ്കിലും നാണം. ആരാണ്ട് ജീവശാസ്ത്രം എഴുതി വെച്ചു, അത് ഞാൻ പഠിച്ചു, എനിക്ക് മാർക്ക് കിട്ടിയില്ല, ഞാൻ ചാകുന്ന എന്തിനാ? കർത്താവ് പറഞ്ഞു ചാകണമെന്ന് പറഞ്ഞോ? ഏതെല്ലാം അപ്പനും പറഞ്ഞോടാ, ജീവശാസ്ത്രത്തിൽ തോറ്റിട്ട് നീ ഇവിടെ വന്നാൽ കയറുകൊണ്ട് വന്നോണം, കയറിക്കോണം, ചത്തോണം എന്നല്ല പറഞ്ഞേക്കുന്നേ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ആര് മാത്രമേ ഉള്ളൂ? ദൈവം അതിനെ സൃഷ്ടിച്ചു. ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴാം ചിഹ്നമായിരുന്നു. 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം, 4ാം ദിവസം, 5ാം ദിവസം ആരെ സൃഷ്ടിച്ചു? ചരാചരങ്ങള്, പിന്നെ മൃഗങ്ങള്, പിന്നെ സമുദ്രത്തിലെ ജന്തുക്കള്, പക്ഷികള്, പറവകള്, ആടുകള്, മേടുകള്, മാടുകള്, പശു, പന്നി, പിന്നെ പറ ബാക്കി പറ, കുരങ്ങൻ, നമ്മൾ ഇന്നലെ കണ്ട കുരങ്ങൻ, ഇവന്മാരെ എല്ലാം ദൈവം സൃഷ്ടിച്ചു. ഈ ഏതെങ്കിലും ഒരുത്തന് കയറെ തൂങ്ങിക്കുന്ന കണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഉണ്ടോ? അല്ലേ സാറേ? മൃഗത്തിൻ്റെ പേര് എഴുതുവാന്ന് തോന്നുന്നു. ഉണ്ടോ? നിങ്ങൾ കണ്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടോ? ഇല്ല. കോഴിയുണ്ടോ? ആ കോഴികൾ തമ്മിൽ കൊത്തുണ്ടായിട്ട് പൂവൻകോഴി പോയി തൂങ്ങിച്ചത്തോ? പൂവൻകോഴി കയറെടുത്ത് തൂങ്ങിച്ചത്തോ? നീ എന്നെ വഴക്ക് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ തൂങ്ങിച്ചെന്ന് എഴുത്തെഴുതി വെച്ചോ? ഏതെങ്കിലും പിടക്കോഴി തൂങ്ങിച്ചത്തിട്ട് എഴുത്തെഴുതി വെച്ചോ? പറ.
ഏതെങ്കിലും പശുവും കാളയും നമ്മെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി, എന്നിട്ട് എന്ത് ചെയ്തു? പശു ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്തോ? നിങ്ങളുടെ വീട്ടിലെ പശുവിന് രാവിലെ കാടി കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പശു ആത്മഹത്യ ചെയ്തോ? ഏതെങ്കിലും കാക്കകൾ തമ്മിൽ കൊത്തുണ്ടായി, ഉടനെ ആൺകാക്ക പറഞ്ഞു നീ എന്നെ തോപ്പിച്ചല്ലോ, അതുകൊണ്ട് നാളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന എഴുതി വെച്ചോ? ഒരൊറ്റ ജീവിയും ചെയ്യാത്ത നമ്മൾ ചെയ്യുന്നത്. ലോക ചരിത്രത്തിൽ സൃഷ്ടിയിൽ ഒരു ശിക്ഷയും ചെയ്യാത്ത ശപിക്കപ്പെട്ട സമൂഹം ചെയ്യുന്ന കാര്യമാണ് ആത്മഹത്യ. 1 കൊരിന്ത്യർ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആത്മഹത്യ ചെയ്യുന്നവന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം പോയി കല്ലറെ പ്രാർത്ഥിച്ചാലും പോത്തില്ല, ഉറപ്പാ. ഭാഗ്യവശാലോ അബദ്ധഭാഗ്യമോ കഴിഞ്ഞിടയ്ക്ക് ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു, ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ കഷ്ടമില്ലാത്തവരാരാ? ആ അച്ഛന് ഡിപ്രഷനായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലനായ പൗലോസിന് ഡിപ്രഷനായിരുന്നോ, വയറുവേദനയായിരുന്നോ, തലവേദനയായിരുന്നോ, കണ്ണുവേദനയായിരുന്നോ? എന്താ അസുഖം? അപ്പോസ്തലനായ പൗലോസിന് അസുഖം എന്തായിരുന്നു? പുള്ളി പോയി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പ്രശ്നം ഒന്ന് മാറ്റണേ, എൻ്റെ പ്രശ്നം ഒന്ന് മാറ്റണേ, എൻ്റെ പ്രശ്നം ഒന്ന് മാറ്റണേ. ഉടനെ പൗലോസിനോട് കർത്താവ് പറഞ്ഞ മറുപടി എന്താ? My grace is sufficient for you in your weakness. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. ഇതാ ഡെയിലി ആൻസർ. സൗഖ്യം കൊടുത്തില്ല, പൗലോസിന് സൗഖ്യം കൊടുത്തില്ല. എന്നാൽ പൗലോസിന്റെ ഡിപ്രഷൻ ആകട്ടെ, വയറുവേദനയാകട്ടെ, കണ്ണുവേദനയാകട്ടെ, തലവേദനയാകട്ടെ, ക്യാൻസർ ആകട്ടെ, പൗലോസ് രാവിലെ എഴുന്നേൽക്കുമ്പോ പെട്ടെന്നൊരു ചിത്രം മുന്നേ വരും. ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഹോ, മനോഹരമായൊരു പാട്ട് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയായാൽ എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. വേദനയിൽ പാടുന്നവനാണ് ദൈവത്തിൻ്റെ പൈതൽ, അല്ലാതെ കയറെടുത്ത്. എത്ര കുടുംബ വഴക്കുകളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഭാര്യ ഉടനെ ഇപ്പം ഞാൻ ചാവും, ഞാൻ വിഷം കുടിച്ചു കളയുമേ, ഞാൻ കിണറ്റിൽ ചാടുമേ, ഞാൻ മാവേ കയറുമേ, ഞാൻ തൂങ്ങുമേ എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. എന്നാൽ എന്താ പാടേണ്ടത്? എത്ര കുടുംബജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു. കാരണം അവിടെ ജയിക്കാൻ പറ്റുന്നില്ല. പിശാച് നമ്മളെ തോൽപ്പിക്കുക അത്രേ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് പറയുന്നു, നീ കഷ്ടതയിൽ എന്ത് ചെയ്യണം? ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ കൂട്ടാളിയായ ഇത്ര നല്ലിടയൻ എന്ന് പാടിക്കാണ്. നിത്യനാം രാജാവൻ കൂട്ടാളിയായ എന്തിന് ഭാരങ്ങൾ, എന്തിന് വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിന് ഭാരങ്ങൾ, എന്തിന് വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടും. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാവുമ്പോ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും ദാനിയേലിൻ ദൈവമൻ. നാമും നമ്മുടെ തലമുറയും ഇത് പാടിക്കണം. നമ്മുടെ തലമുറയെ ഇത് പാടാനായിട്ട് സജ്ജമാക്കുന്നതാണ് ഈ കൺവെൻഷനൊക്കെ ഒരർത്ഥവുമില്ലെന്ന് പറയുന്നതിനോട് ഞാൻ പറയട്ടെ, ഈ പള്ളിയിലെ ഒരൊറ്റ ചെറുപ്പക്കാരനും, ഈ പള്ളിയിലെ ഒരൊറ്റ ചെറുപ്പക്കാരിയും, ഒരൊറ്റ ഭർത്താവും, ഒരൊറ്റ ഭാര്യയും, ഒരൊറ്റ വിശ്വാസിയും, ഒരൊറ്റ ചെറുപ്പക്കാരനും, ഒരൊറ്റ ഗായസംഘങ്ങളും കയറെ നോക്കാൻ പോകരുത്, കയറെടുക്കാൻ അനുവദിക്കരുത്, വിഷം കഴിപ്പാൻ ഇടയാകരുത്, ആത്മഹത്യ പോലെ ചിന്തിക്കുകയും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഈ കൺവെൻഷൻ. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. ജയിക്കണം.
തോൽക്കാനല്ല. ആത്മഹത്യ ചെയ്യുന്നവൻ ഭീരുവാണ്. വിഷം കുടിച്ച് ചാവെന്ന് പറയുന്നവൻ ഭീരുവാണ്. തോറ്റിട്ട് ഇനി മുന്നോട്ടൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നവൻ ഭീരുവാണ്. ഞാൻ തോറ്റവനാ കേട്ടോ, ചെറുപ്പക്കാരെ കേട്ടോ, ഞാൻ തോറ്റവനാ. ഇന്ത്യക്കൊക്കെ തോറ്റ് മൊട്ട മാർക്ക് മേടിച്ചവനാ ഞാൻ. പക്ഷെ 5 ഡിഗ്രി ഞാൻ പിന്നീട് ഒപ്പിച്ചു ദൈവകൃപ കൊണ്ട്. എന്നെയും നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് ഈ പ്രാവശ്യം മാത്സ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ, മാത്സിന് ഞാൻ തോറ്റുപോയെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുകുരുത്തി ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് കണക്ക് മനസ്സിലാകുന്നില്ലേ, എനിക്ക് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ അച്ഛനോടും പറയണം, അല്ല കൂട്ടായ്മക്കാരോട് പറയണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ജീവിതത്തിലെ പരാജയത്തിൽ ഉള്ളിൽ വെച്ചൊതുക്കി ഇല്ലാതാക്കരുത്. നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം, പറയണം, പ്രാർത്ഥിക്കാൻ പറയണം. നിങ്ങൾ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ജയിപ്പിക്കുന്നവൻ നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. അവൻ നമ്മെ ജയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഓരോ ചെറുപ്പക്കാരനും ഇതിന് പുറകെ പോകാൻ അനുവദിക്കരുത്. ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ അവരെ പിൻവലിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മേജർ ഫിലിപ്പ് സാറോട് പറഞ്ഞിട്ടുള്ളൂ. പ്രേക്ഷിത ദൗത്യം, നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞത് ചിലയെങ്കിലും ആത്മഹത്യപ്പറ്റി ചിന്തിക്കുന്നവരെങ്കിലും വലിച്ച് കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തണം. വി ആർ ദി സേവേഴ്സ്, വി ആർ ദി സേവിയേഴ്സ്. നമ്മൾ രക്ഷകന്മാരായിട്ട് മാറണം. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും, ജഡത്തിന്റെ ചിന്തയോ മരണം. ഒരിക്കലും മറക്കരുത്. ആത്മാവ് സഭകളോട് പറഞ്ഞത് എന്താ? ആത്മാവ് പറയുകയാണ്, എൻ്റെ ആത്മാവിനെ കൊണ്ട് നടക്കുന്നവന് 2 ചിന്തയുള്ളൂ. ഒന്നേതാ? ജീവൻ, 2 സമാധാനം. കൊടുങ്കാറ്റടിച്ചു പടക് തകരുമ്പോ, രാത്രിയുടെ 4-ാം യാമങ്ങളിൽ എൻ്റെ പടക് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ക്ഷീണിക്കുമ്പോൾ, എൻ്റെ സമ്പത്തുകൾ എനിക്ക് വേണ്ടത് ലഭിക്കാത്തപ്പോൾ, എൻ്റെ വിളകളൊക്കെ നശിക്കുമ്പോൾ, എൻ്റെ കുട്ടിക്ക് ക്യാൻസർ ആകുമ്പോൾ, എൻ്റെ കുട്ടി തോക്കുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പക്ഷേ എൻ്റെ പടക് മുങ്ങി എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ആത്മാവിനോട് പറയും, നീ ചിന്തിക്കേണ്ടത് ജീവനെ പറ്റിയാണ്, സമാധാനത്തെ പറ്റിയാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം തന്നതുപോലെയല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആത്മാവുള്ളവരാരും മരണത്തെപ്പറ്റി ചിന്തിക്കത്തില്ല. ആത്മാവില്ലാത്തവൻ മാത്രമേ മരണത്തെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, എന്തെങ്കിലും രീതിയിൽ ചാകണം, മരിക്കണം, ഞാൻ കൊന്നുകളയെന്നൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, പിശാചിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പറഞ്ഞ് പുറത്തുവിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വേദനയോടാണ് ഞാൻ ഇനി പറയുന്നത്. പല ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ ഒക്കെ ശവസംസ്കാരത്തിൽ പോയി നിൽക്കാൻ ഉള്ള ഭാഗ്യമല്ല, ദുർഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ തലമുറകള് ചിന്തിക്കേണ്ടത് ജീവനെ പറ്റിയാണ്, സമാധാനത്തെ പറ്റിയാണ്. ജഡീകൻ മാത്രമേ മരണത്തെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ. ഈവൻ നാളെ ഞാൻ മരിക്കുന്നു ഞാൻ ചിന്തിക്കൊന്നും വേണ്ട. നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർഗത്തെ പറ്റിയാ, നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യാശയെ പറ്റിയാ, നമ്മൾ ചിന്തിക്കേണ്ടത് വിണ്ണിനെ പറ്റിയാ, നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവിന്റെ വരവിനെ പറ്റിയാ, നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്കത്ര കിരീടം കിട്ടുമെന്നുള്ളതാണ്, നമ്മൾ ചിന്തിക്കേണ്ടത് നിത്യമായിട്ടുള്ള ജീവിതത്തെ പറ്റിയാ. ഹല്ലേലൂയ. പാട്ടുകാരൻ പണ്ട് എഴുതി, എന്തു സന്തോഷം, എന്തൊരാനന്ദം എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോ, എൻ്റെ ദുഃഖങ്ങൾ അന്ന് മാറിടും, എൻ്റെ കഷ്ടങ്ങൾ അന്ന് തീർന്നിടും. പാട്ടുകാരൻ എഴുതുകയാണ്, നിത്യത 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 നിത്യ പ്രത്യാശയോടിത ഭക്തരൻ ഉണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. എൻ്റെ പിതാവ് 83 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. 83-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ്, ഇന്നലെ ഞാൻ പറഞ്ഞു, രാവിലെയും വൈകിട്ടും പാട്ട് പാടുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. 5 പാട്ടിൽ കൂടെ പാടും. അപ്പൻ്റെ പാട്ട് കേട്ടാണ് ഞാനും പാട്ട് പഠിച്ചത്. ഞാൻ ഒരുപാട് പാട്ട് പഠിച്ചത്. നിങ്ങൾ ചോദിക്കും, എന്തിനാ ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്നത്? എൻ്റെ അപ്പൻ പഠിപ്പിച്ച പാട്ടാണ്. രാവിലെയും വൈകിട്ടും അപ്പന് 5-ാമത്തെ പാട്ട് പാടുന്ന ഇതാണ്, പ്രത്യാശയോടിത ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. രാജനേശു വന്നിടും, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നാളുതോറും നീ അവന്റെ സാക്ഷിയായിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഓ, എന്തൊരു പാട്ടാ! ഈ അപ്പനങ്ങോട്ട് പാടുമ്പോൾ അപ്പനങ്ങ് ഭയങ്കര ഊർജ്ജമാ.
83-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും മരിക്കുന്നതിന് മുൻപ് പാടിയ പാട്ടാണിത്. അത് മരണത്തിന്റെ പാട്ടല്ല, അത് നിത്യതയുടെ പാട്ടാണ്. അത് ജീവനില്ലാതാക്കാനുള്ള പാട്ടല്ലായിരുന്നു, ജീവനിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പം എപ്പോഴും പാടുമായിരുന്നു, രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ, രാജനേശു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ, നാളുതോറും നീ അവന്റെ സാക്ഷിയായിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നീലമാം നീതി വസ്ത്രം. നമ്മുടെ വീട്ടിലൊക്കെ പാട്ട് പാടണം. മരണത്തിന്റെ എന്തെങ്കിലും ചിന്ത ഉള്ളിൽ വന്നെങ്കിൽ ഇത് പാടണം, പാടി ധൈര്യം പ്രാപിക്കണം. ജീവനിലേക്ക് യാത്ര ചെയ്യുവാൻ, നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശ്വാസമുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. യോനായുടെ കഷ്ടതയുടെ കാരണം അവന്റെ അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. ചെറുപ്പക്കാരെ, നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഫേസ്ബുക്ക് എന്നും പറഞ്ഞുകൊണ്ട്, വാട്സപ്പ് എന്നും പറഞ്ഞുകൊണ്ട്, ഇൻസ്റ്റാഗ്രാം എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആപ്പുകളുടെ പുറകെ പോകരുത്. അവർ നിന്നെ കൊന്നു കൊല വിളിക്കും. ദുരുപദേശങ്ങളുടെ പുറകെ പോകരുത്, കൊന്നു കൊല വിളിക്കും, പോകരുത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരുത്തൻ ഷെയർ ചെയ്തു, പൂവങ്കോഴി കൂവി. പൂവങ്കോഴി കണ്ട, നിങ്ങളെല്ലാം കണ്ടായിരുന്നു പൂവങ്കോഴി. യേശുവിൻ്റെ കാലത്ത് പൂവങ്കോഴി ഇല്ലായിരുന്നത്. ഇവൻ അവിടെ ഉണ്ടായിരുന്നു, ഈ എഴുതിയവൻ. യേശുവിൻ്റെ കാലത്ത് പൂവങ്കോഴി എന്ന് പറഞ്ഞാൽ ഇവനുണ്ടായിരുന്നു അവിടെ. എഴുതി അയച്ചിരിക്കുക. ഇതെല്ലാം കൂടെ നമ്മുടെ അച്ചായന്മാരെല്ലാം കൂടെ, ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഷെയർ ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് പത്രോസ് പറഞ്ഞപ്പോൾ പൂവങ്കോഴി കൂവില്ല, പൂവങ്കോഴി കൂവില്ല, പൂവങ്കോഴി കൂവില്ല. ഷെയറിങ്. നമ്മുടെ ക്രിസ്ത്യാനികൾ തന്നെ നമുക്ക് തന്നെ പാറപടിയുന്നേ. എടാ, വേദോസ് യേശു ക്രിസ്തു പറഞ്ഞു, പത്രോസ് നീ കോഴി പോകുന്നതിന് മുമ്പ് അതിനകത്ത് തല്ലിപ്പൊള്ളും. 3 പ്രാവശ്യം തള്ളി പറയും, കർത്താവിൻ്റെ സൃഷ്ടി കോഴിയില്ലായിരുന്നു, പിന്നെ കാള മാത്രമേ ഉള്ളായിരുന്നു. ആരാണ്ടൊരുത്തൻ അതങ്ങോട്ട് അടിച്ച് ഫോട്ടോയും വെച്ച്, പത്രോസിൻ്റെ കാലത്ത് കോഴിയില്ലായിരുന്നു. പുതിയ നിയമത്തിൽ 5 ഇടത്ത് എഴുതിയിട്ടുണ്ട് യേശു കോഴിയെ പറ്റി പറഞ്ഞത്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മാർവോട് ചേർക്കുന്നത് പോലെ നിങ്ങളെ എനിക്ക് ചേർപ്പാൻ ഇഷ്ടമായിരുന്നു. ഒരുത്തൻ അങ്ങോട്ട് എഴുതി ഷെയർ ചെയ്തു. യോനായ മീൻ വിഴുങ്ങിയോ? മീൻ വിഴുങ്ങി, ഷെയറിങ്. മീൻ വിഴുങ്ങിയില്ല, ഷെയറിങ്. മീൻ ചത്തോ? അറിയത്തില്ല, ഷെയറിങ്. എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്? അസത്യങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്ന തലമുറയാണ് നമ്മൾ. യോനായെ പറ്റി പഠിച്ചോണം. അനുസരണക്കേടിൻ്റെ തലമുറയായി നാം തീരരുത്. പൗലോസിന്റെ കഷ്ടത എന്തായിരുന്നു? പൗലോസിന്റെ കഷ്ടയുടെ കാരണം? പൗലോസിന്റെ കഷ്ടയുടെ കാരണം എന്തായിരുന്നു? പറ, നിങ്ങൾ പറ. എന്തിനാ പൗലോസിന് കഷ്ടത വന്നേ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ജീവകിരീടം നിനക്ക് കിട്ടും, ജയിക്കുന്നവന് ജീവകിരീടം. പൗലോസിന്റെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? പറ, എന്തായിരുന്നു മോളെ പൗലോസിന്റെ കഷ്ടത കാരണം? നമ്മുടെ കഷ്ടത എന്നാ? ബയോളജി, നാളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണം, പിന്നെ മലയാളം കഷ്ടത, ഇംഗ്ലീഷ് കഷ്ടത, ജീവശാസ്ത്രം, എല്ലാം കഷ്ടതയാണ്. പൗലോസിൻ്റെ കഷ്ടതയുടെ കാരണം എന്തായിരുന്നു? പൗലോസിൻ്റെ കഷ്ടതയുടെ കാരണം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പൗലോസിൻ്റെ കഷ്ടത കാരണം എന്തായിരുന്നു? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ മതി ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒന്ന് വായിച്ചു. എനിക്ക് ജഡത്തിൽ ഒരു ശൂലം. എന്ന ശൂലമാണ് ഒരു ശൂലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആത്മീയ സത്യങ്ങളുടെ മർമ്മങ്ങളും മനസ്സിലാക്കാനായിട്ട് ദൈവം കഴിവ് കൊടുത്തപ്പം ഒരു പക്ഷേ പൗലോസ് നിഗളിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഷ്ടത കൊടുത്തു. ആ കഷ്ടത ജീവാവസാനം വരെ ഉണ്ടായിരുന്നു. ചിലർ പറയുന്നു വയറ്റുവേദനയായിരുന്നു, ചിലർ പറഞ്ഞു കണ്ണിൻ്റെ പ്രശ്നമാണ്, ചിലർ പറഞ്ഞു നടക്കാനുള്ള പ്രയാസമാണെന്ന്. ഏതായാലും എനിക്കറിയത്തില്ല. പൗലോസ് അവസാനം വരെ ഇങ്ങനെ ഏന്തി ആയിരിക്കും നടന്ന് പറയുന്നവരുണ്ട്. ഏതായാലും തൻ്റെ ജീവിതത്തിൽ പുതിയ നിയമത്തിൽ ഏകദേശം 13ഓളം ലേഖനം എഴുതി, എബ്രായ ലേഖനം കൂടിയ 14ഓളം ലേഖനം എഴുതിയ, ദൈവദർശനം കണ്ട 3-ാം സർഗ്ഗത്തോളം എടുക്കപ്പെട്ട 3 മിഷണറിമാർ യാത്ര നടത്തിയ ഇത്രയും മഹാനായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മുഴുവൻ കഷ്ടതയായിരുന്നു. എന്താ കാരണം? ദൈവം പറഞ്ഞതാ. പൗലോസ് ഞാൻ നിഗളിയാണെന്ന് പൗലോസ് പറഞ്ഞൊന്നുമില്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത്
വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ചെറിയൊരു കഷ്ടത ദൈവം എനിക്ക് തന്നു. ദൈവം കൊടുത്താം, ചിലതൊക്കെ ദൈവം നമുക്ക് തരും. അത് ഒരു പാട്ടുകാരൻ എഴുതി, നിന്നെ മുടിക്കുവാനോ പിന്നെ നിന്നെ തകർക്കുവാനോ അല്ലല്ല ഈ ശോധന, നിന്നെ പണിതെടുത്ത് നല്ല നല്ല പൊന്നാക്കാനാണ്. കഷ്ടതയിലും പതറടിയില്ലേ, കണ്ണുനീരിലും തളരരുത്. പൗലോസിന്റെ കഷ്ടതയുടെ കാരണം പൗലോസ് പാപം ചെയ്തതല്ല, പൗലോസിന് ദൈവം കൊടുത്ത വെളിപ്പാടുകളിൽ അഹങ്കരിക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ അസുഖം അത് ജീവിതത്തിൻ്റെ അവസാനം വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് മാറാനായിട്ട് പ്രാർത്ഥിച്ച ദൈവം പറഞ്ഞു മാറ്റത്തില്ല. ദൈവം പറഞ്ഞു മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പാട്ടുകാരൻ എഴുതിയത്, കൃപ കൃപ ഒന്നൻ ആശ്രയമായി, കൃപ